2 പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് റെഡിയാക്കാം. ഇത് അല്പം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വരും കപ്പലണ്ടി. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും അല്ല, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഇത്തിരി സ്വാദുള്ളത് ഈ പീനട്ടിനാണ്. ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ശർക്കര വരും. അത് പൊടി ശർക്കര ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരല്പം ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര ഉരുകി വരട്ടെ. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റണം. ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് പഴം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കറി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. റാഗിയും ചേർത്തുള്ള സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. ഇതിലേക്ക് നമ്മൾ 1 പിടി തേങ്ങ ചിരകിയതൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മിക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉരുളകളാക്കി നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്നും എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്ത് നല്ല ആവിയെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ഇലയട, സ്നാക്സ്, കുമ്പിളപ്പം എന്നൊക്കെ പറയാം. അത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റിലുള്ളതാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സ്നാക്സാണിത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവർക്കും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.